Hello students, have a look around us. What all substances are seen around us? നമ്മുടെ ചുറ്റും നമുക്ക് ഒരുപാട് സാധനങ്ങൾ കാണാം അല്ലേ? Is that all belong to the same states? No. നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളെ നമ്മൾ മെയിൻ ആയിട്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. There are three states. ഏതൊക്കെയാണെന്നറിയോ? They are solids, liquids and gases. ഓരോ ഫോമിലും അതായത് സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ഹാവ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് വി ടുഗദർലി കോൾ ദം ആസ് മാറ്റർ. അപ്പം മാറ്ററിൻ്റെ കോമൺ പ്രോപ്പർട്ടി എന്തായിരിക്കും? നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാത്തിനെയാണോ നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്യാസിനെ പറ്റി ഒന്ന് ചിന്തിച്ചേ. നമുക്ക് ചുറ്റുമുള്ള എയർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുമോ? ഇല്ലല്ലോ. പക്ഷെ ഗ്യാസ് ഒരു മാറ്ററാണ്. അപ്പം മാറ്ററിന്റെ കോമൺ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരിക്കും? അതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം അല്ലേ? Let's start our class with a simple activity. For this activity, we need a stone tied with a thread, 2 glass tumblers, and we are going to add equal amount of water in 2 glass tumblers. Now we are going to dip the stone that is tied with a thread in one of the glass tumblers. You have to carefully watch what is happening. When I dip the stone in the water in one of the glass tumbler, the water level rises in the glass tumbler. I think you have clearly understood the rise in water level from this video when the stone is dipped in the water. We have seen that water level rises when stone is dipped in water. What will be the reason behind this? Stone needs some space to occupy. സ്റ്റോൺ ഇരിക്കാനായിട്ട് കുറച്ച് സ്ഥലം വേണം. അപ്പോൾ ആ സ്ഥലത്ത് സ്റ്റോൺ ഇരുന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിനെ സ്റ്റോൺ തള്ളി മാറ്റി. അതുകൊണ്ടാണ് വാട്ടർ ലെവല് ഗ്ലാസ് ടംബ്ലറിലെ വാട്ടർ ലെവല് റൈസ് ചെയ്തത്. സോ വാട്ട് ഈസ് അവർ കൺക്ലൂഷൻ? സ്റ്റോൺ ഈസ് എ സോളിഡ് സബ്സ്റ്റൻസ്. സോ സോളിഡ് സബ്സ്റ്റൻസ് റിക്വയർസ് സം സ്പേസ് ടു ഓക്കുപ്പൈ. ലെറ്റ്സ് വാച്ച് എ വീഡിയോ. First of all, we have to take water in a vessel. Next, നമ്മൾ ഒരു ഡ്രൈ ഗ്ലാസ് എടുക്കുക. അതിനകത്ത് ഒട്ടും ഒരു വെള്ളത്തുള്ളി പോലും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. ശേഷം അതിലേക്ക് ഒരു പേപ്പർ നന്നായിട്ട് ചുരുട്ടി ഈ ഡ്രൈ ഗ്ലാസ് ടംബ്ലറിലേക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ആ പേപ്പർ അതിലേക്ക് വെച്ചതിന് ശേഷം ആ ഗ്ലാസ് ടംബ്ലർ പെർപെൻഡിക്കുലർലി വാട്ടറിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുക. അതായത് ആ ഗ്ലാസ് തലകുത്തനെ ആ വെള്ളത്തിലേക്ക് മുക്കിക്കൊടുക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആ ഗ്ലാസ് നമ്മൾ വെള്ളത്തിലേക്ക് മുക്കിക്കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്കിനി ആ ഗ്ലാസ് പൊക്കി നോക്കാം. ആ പേപ്പറിന് എന്തെങ്കിലും നനവ് പറ്റിയിട്ടുണ്ടോയെന്ന്. കണ്ടോ? നമ്മൾ ആ വെള്ളത്തിൽ മുക്കിയിട്ടും ആ പേപ്പർ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ആ ഗ്ലാസ്സിലെ എംപ്റ്റി സ്പേസിൽ എയർ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് വെള്ളത്തിന് ആ ഗ്ലാസ്സിനുള്ളിലേക്ക് കടക്കാൻ പറ്റിയില്ല. വെള്ളം ആ ഗ്ലാസ്സിനുള്ളിൽ കയറിയാലല്ലേ അത് പേപ്പർ നനയത്തുള്ളൂ. ആ എംപ്റ്റി സ്പേസിൽ എയർ ഒക്കുപ്പൈ ചെയ്തത് കൊണ്ടാണ് ആ പേപ്പർ വെള്ളം ഉള്ളിലേക്ക് കയറാതിരുന്നതും ആ പേപ്പർ നനയാതിരുന്നതും. From this experiment, it is understood that air need
space to occupy. I think you all have played with balloons, isn't it? But today, we can learn something interesting using balloons. Let's watch a simple video. Take a wooden scale and find its central position. It is a 30 centimeter scale. So the central position is at 15 centimeter. And take a thread and attach the thread at the center of the scale and make sure that the scale is at the balanced condition. By using cello tape, fix the thread at the central position and make a stand to fix the weight balance. The stand is prepared by using book sand and a vessel, and I'm going to place my weight balance on the stand. Now the weight balance is ready and we are going to attach two balloons at the two ends of the wooden balance. ഈ രണ്ട് ബലൂൺസും ഏകദേശം ഒരേ വലിപ്പത്തിലായിരിക്കും നമ്മൾ വീർപ്പിച്ചേക്കുന്നത്. നമുക്ക് കണ്ടാൽ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പം അതൊരു ബാലൻസ്ഡ് കണ്ടീഷനിലാണ് നമ്മളത് സ്കെയിലിലേക്ക് ടൈ ചെയ്തപ്പോൾ കിടക്കുന്നത്. ആൻഡ് നൗ ബൈ യൂസിങ് എ സിസർ നമ്മളൊരു ബലൂണിൻ്റെ മോൾ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടാൻ പോവാണ്. ഇതെന്തുകൊണ്ടാണ് ആ ബലൂൺസ് ബാലൻസ്ഡ് കണ്ടീഷനിൽ കിടക്കുന്നത്? ബിക്കോസ് ബോത്ത് ഹാവ് ദ സെയിം മാസ്. ഇനി യൂസിങ് എ സിസർ നമ്മളിത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വിടാൻ പോവാണ്. യു ഹാവ് ടു കെയർഫുള്ളി ഒബ്സർവ് വാട്ട് ഈസ് ഹാപ്പനിങ്. കട്ട് ചെയ്തിട്ട് അതിനകത്തൂടെ എയർ, ആ ബലൂണിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന എയർ കുറേശ്ശെയായിട്ട് പുറത്ത് പോയിക്കൊണ്ടിരിക്കുക. പുറത്തു പോകുന്നതനുസരിച്ച് എന്താ, ആ പൊട്ടാത്ത ബലൂൺ കിടക്കുന്ന ഭാഗം താന്ന് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, ഒരു സൈഡ് കംപ്ലീറ്റ്ലി താന്നും ഒരു സൈഡ് പൊങ്ങിയും കിടക്കുന്നു. അതായത് എയർ ഉള്ളത് താന്ന് കിടക്കുന്നു, മറ്റേത് എയർ പോയത് പൊങ്ങിയിരിക്കുന്നു. അതിനർത്ഥം എന്താ? ബിക്കോസ് എയർ ഹാസ് മാസ്. എയറിനൊരു മാസ് ഉള്ളത് കൊണ്ടാണ് ആ ഭാഗം താന്ന് കിടക്കുന്നത്. So, from the above three activities, it is understood that solids, liquids and gases have mass and need some space to occupy. So, we can conclude that matter is anything that has mass and needs some space to occupy. So, I think you got an answer to the question why gas is considered as a matter even if it is not visible. Because air has mass and needs some space to occupy. That is why it is considered as a matter even if it is not visible to us. Like matter, which has different properties, every individual who has different character and personalities have a space in the society. I think you all have understood the topic clearly. Here I am adding two questions related to the topic. The first question is, fill the table with appropriate tick marks. The second question, it is an activity assignment. Please do it. Take a small wooden rectangular block and find its volume by the equation V is equal to length into breadth into height. Take a measuring jar and fill 3/4 of it with water. Then dip the block in water. Mark the difference in water level. Is there any relationship between the difference in water level and the volume of block? Please do it and find out an answer to this question.